പാഠം 473 ഉത്രാടത്തലേന്ന്. ശിശുപാല, ഞാനാ. സദാശിവന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സദാശിവൻ 10 മണിക്ക് മുമ്പ് വരും, അതെടുത്ത് കൊടുത്തേക്കണം. പിന്നെ താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള റിപ്പോർട്ട് എടുത്ത് വെച്ചേക്കണം. എനിക്ക് 11 മണിക്ക് മുമ്പ് താലൂക്ക് ഓഫീസിൽ എത്താനുള്ളതാണ്. ഇനി മറന്നുപോയി എന്ന് പറയരുത്. ശരി. മുദ്രാവാക്യം വിളി ശിശുപാലനോട് ഒരു കാര്യം എത്ര പറഞ്ഞാലും മറന്നുപോയി എന്ന് പറഞ്ഞളയും. മറവിയൊന്നുമല്ല, അടവാണ്. ജോലി ചെയ്യാതിരിക്കാനുള്ള അടവ്. അതവിടെ നിക്കട്ടെ. വില്ലേജ് ഓഫീസർ വേറൊരു കാര്യം മറന്നുപെട്ടാണല്ലോ. എന്ന്? നാളെ ഉത്രാടമാണ്. ഞാൻ മറന്നു ആര് പറഞ്ഞു? എനിക്കൊരു 10,000 രൂപ വേണമല്ലോ മോഹനേട്ടാ. 10,000 രൂപയോ? എന്തിന്? ഓണല്ലേ, നമുക്ക് രണ്ടുപേർക്ക് ഓണക്കോടി വാങ്ങണം, പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളും. നിനക്കും എനിക്കും ആവശ്യത്തിലധികം ഉടുപ്പുകളുണ്ട്. ഇനിയിപ്പോ ഓണത്തിന്റെ പേരിൽ വേറൊന്ന് വാങ്ങുന്ന എന്തിനാണ്? പണം ധൂർത്തടിക്കാനുള്ള ഒരു അവസരമല്ല ഓണം. മോഹനേട്ടാ, കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നാണ് പ്രമാണം. ഇവിടെ ഒന്നും വിൽക്കാതെ തന്നെ ഓണം ഉണ്ണാനുള്ള വഴിയുണ്ട്. പക്ഷേ പിശുക്ക് കാരണം അതിന് മോഹനേട്ടൻ തയ്യാറാവുന്നില്ല. എല്ലാവരും ഒരുപോലെ ജീവിച്ച ഒരു മനോഹരമായ കാലത്തിന്റെ ഓർമ്മയാണ് ഓണം. ഇപ്പോഴോ നാട്ടിലെ പകുതി മനുഷ്യരും പട്ടിണി കിടക്കുന്ന ഈ നാട്ടിൽ ഓണസദ്യയുടെ പേരിൽ ആയിരക്കണക്കിന് രൂപ ചെലവിടുന്നത് മഹാബലിയോട് ചെയ്യുന്ന തെറ്റാണ്. ഈ സിദ്ധാന്തമൊക്കെ അവിടെ നിൽക്കട്ടെ. കാശ് ചെലവാക്കാനുള്ള മടി കൊണ്ടുണ്ടായ സിദ്ധാന്തമാണ് ഇതൊക്കെ എന്ന് എനിക്ക് മനസ്സിലാവും. ശരി, മോഹനയുടെ പൈസ തരണ്ട. എനിക്ക് ഫീസായിട്ട് ഒരു 10,000 രൂപ കിട്ടും. അതെനിക്ക് എന്റെ ഇഷ്ടത്തിന് ചെലവാക്കാലോ. ഈ വീട്ടിൽ നിന്റെ പൈസ എന്റെ പൈസ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മുടെ പൈസയാണ്. നിനക്ക് ഫീസ് കിട്ടുന്ന പണം ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് എന്റെ സൗകര്യം പോലെ ചെലവാക്കാനുള്ള അവകാശവും സാമർഥ്യവും എനിക്കുണ്ട്. സിദ്ധാന്തങ്ങൾ പറഞ്ഞ് വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഉത്തമം വന്നു. സിദ്ധാന്തങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനൊരു സാധനം. നമസ്കാരം സാറേ. ഓണമൊക്കെ എവിടെ വരെ ആയി? അറിയില്ല. വേണമെങ്കിൽ ഞാനൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം. ഓണത്തിന്റെ മൊബൈൽ നമ്പർ ഉത്തമൻ അറിയാമോ? എന്തോന്ന് സാറേ ഇത്? ഓണമായിട്ട് ആകെ ദേഷ്യത്തിലാണല്ലോ. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? കാശ് ധൂർത്തടിക്കാൻ ഓരോരോ കാരണങ്ങൾ അന്വേഷിക്കല്ലേ ഭാമ. ആളുകൾ പറയുന്നത് കേട്ടാൽ ഈ ഓണം എന്ന് പറയുന്നത് ധൂർത്തിന്റെ ഉത്സവമാണ് എന്ന് തോന്നിപ്പോകും. ഉത്തമ, സാധാരണ എല്ലാ വീടുകളിലും ഓണത്തിന് വാങ്ങുന്ന സാധനങ്ങളുടെ കാര്യം ഞാനൊന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പൊന്നോ, കാശ് ചെലവാക്കുന്ന കാര്യം കേട്ടപ്പോ വില്ലേജ് ഓഫീസറിന് പറയാൻ ബാക്കിയൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പണ്ട് ആരോ ഒരു രസത്തിന് പറഞ്ഞു പോയി. ഓണം ആഘോഷിച്ച് കടക്കാരനാകാൻ മോഹനകൃഷ്ണ കിട്ടില്ല. വക്കീലെ, നാളെ മുതൽ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നത്തേക്ക് സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്നെത്തിക്കാം. അത് പറയാൻ വേണ്ടി ഒന്ന് വന്നതാണേ. ഇപ്പോഴത്തെ മോഡൽ സാധനങ്ങൾ വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നെ തട്ടും. ഉത്തമൻ എന്തായാലും വൈകിട്ട് വാ. അപ്പൊ ശരി. പിന്നെ ഓണായിട്ട് നമുക്ക് ഓണക്കോടിയൊന്നും ഇല്ല വക്കീലെ. ഓണക്കോടി കിട്ടിയേ പറ്റൂന്ന് നിർബന്ധമാണെങ്കിൽ ഉത്തമൻ മോഹനേട്ടനോട് ചോദിച്ചാൽ മതി. എന്റെ അമ്മോ, നന്നായിരിക്കും. ഒരു ഓണക്കോടി ചോദിച്ചു പോയി വെറുതെ തന്തയ്ക്ക് വിളിയേക്കേണ്ട കാര്യം എന്തെന്നാണ്? സാറിനെ ഓണക്കോടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല, ഓണത്തല്ല് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് മനസ്സിലാവും. എന്താ പറയാ പോട്ടെ. നമസ്കാരം ശിശുപാലൻ സാറേ. സദാശിവനെ വന്നോ? മോഹനൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റ് ഇന്നലെ വൈകിട്ട് ഒപ്പിട്ട് വെച്ചതാ. സദാശിവൻ ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞത്? ഇന്നലെ കുറച്ച് തിരക്കായി പോയി. എന്തായാലും ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. കടലാസൊക്കെ ശരിയാണെങ്കിൽ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു നിമിഷം വെച്ച് താമസിപ്പിക്കില്ല. ശിശുപാലൻ സാർ ഇങ്ങ് വന്നേ. എന്താ സദാശിവ? സത്യം പറയാലോ സാറേ, ഇന്ന് ഇത് കിട്ടിയത് വലിയ ഉപകാരമായി. ഇന്നെങ്കിലും ഇത് ബാങ്കിൽ കൊടുത്തില്ലെങ്കിൽ എന്റെ ബാങ്ക് ലോണിന്റെ കാര്യം കഷ്ടമായേനെ. ഇതിരിക്കട്ടെ.
അയ്യോ ഇതൊന്നും വേണ്ട സദാശിവ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ ആരും ഇതൊന്നും വാങ്ങാറില്ല. കൈക്കൂലിയായിട്ട് കൂട്ടണ്ട, എന്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അത്ര വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്. വേണ്ട സദാശിവ, പോക്കറ്റ് വെച്ചു. അങ്ങനെ പറയരുത് സാർ. ഓണമൊക്കെ അല്ലേ, എന്റെ ബാക്കി ഒരു സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും സദാശിവം മനസ്സറിഞ്ഞ് തന്നല്ലേ, വാങ്ങാതിരിക്കുന്ന എങ്ങനെ? നിന്റെ സന്തോഷത്തിന് വേണ്ടി വാങ്ങുന്നേ ഉള്ളൂ. മോനേഷ് സാർ, എന്താ ശിശുപാല ഇത്? കൈക്കൂലി അല്ല സാർ, സദാശിവൻ ഒരു സന്തോഷത്തിന് തന്നതാ. ഞാൻ ചോദിച്ചിട്ടില്ല, സത്യമായിട്ട് ചോദിച്ചിട്ടില്ലേ. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പാരിതോഷികങ്ങൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന്. എന്താ അതിനർത്ഥം? സാർ ഞാൻ സദാശിവൻ ഇപ്പൊ ചെയ്തത് കുറ്റകൃത്യമാണ്. തനിക്കൊരു അത്യാവശ്യം വന്നപ്പോ ഞങ്ങൾ മനസ്സറിഞ്ഞ് സഹായിച്ചത് ഈ നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ടല്ല. സത്യസന്ധമായി ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കുന്നത് സദാശിവനെ പോലുള്ളവരാണ്. ശിശുപാല, ഈ പണം തിരിച്ചു കൊടുക്ക. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റേതുമില്ല എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാലത്തിന്റെ ഓർമ്മയാണ് ഓണം. അങ്ങനെയുള്ള ഒരു ഓണക്കാലത്ത് ഒരു സർക്കാർ ഓഫീസിൽ നടക്കുന്നത് ഇത്തരം വൃത്തികേടുകൾ. ഞാൻ പറഞ്ഞ നാണമില്ല ശിശുപാലിന്? മേലിൽ ഈ ഓഫീസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അന്ന് ശിശുപാലൻ വീണ്ടും പോയിരിക്കും. അയ്യോ അഹങ്കാരി. സാർ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, സാറ് ക്ഷമിക്കണം. എന്തബദ്ധം? ശിശുപാലൻ ഉദ്യോഗത്തിൽ കയറിയിട്ട് എത്ര വർഷമായി? 28. സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് കുറ്റകരമാണെന്ന് ഇതുവരെ ശിശുപാലൻ പഠിച്ചില്ലേ? ഇനി മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പോലീസിനെ വിളിക്കും. ശിശുപാലന്റെ ജോലിയും പോവും, ശിശുപാലനകത്തും പോവും. വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലേ സാർ. ഓണമൊക്കെ അല്ലേ, വീട്ടിലേക്കൊന്നും വാങ്ങിയിട്ടില്ല. സാറിന് അറിയാലോ, അമ്മ കഴിഞ്ഞ 9 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോ 1 മാസത്തെ ശമ്പളം അങ്ങനെ തന്നെ തീർന്നു. സത്യം പറഞ്ഞ 10 പൈസ കയ്യിലില്ലാത്ത സമയമാണ്. പിള്ളേർക്ക് ഓണക്കോടി വാങ്ങണം, വീട്ടു സാധനങ്ങൾ വാങ്ങണം, അങ്ങനെ ചെലവ് ഒരുപാടുണ്ട്. പെണ്ണുമ്പിള്ള വള കൊണ്ടുപോയി പണയം വെച്ചോളാൻ അവള് പറഞ്ഞു. പക്ഷേ ഓണമൊക്കെ അല്ലേ, ആ നേരത്ത് ഒരു ഇത്തിരി സ്വർണ്ണമുള്ളത് പണയം വെക്കണ്ടെന്ന് കരുതി ബ്ലൈഡ് സുകുമാരനോട് ഒരു 5000 കടം ചോദിച്ചിരുന്നു. അവന്റെ പലിശ എത്രയാണെന്ന് സാറിന് അറിയാമല്ലോ. എന്തായാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് വാങ്ങാന്ന് പറഞ്ഞിരിക്കുമ്പോഴാ സദാശിവൻ നിർബന്ധിച്ച് ഒരു 1000 രൂപ തന്നത്. അത്രയും കുറച്ച് കടം വാങ്ങിയാൽ മതിയല്ലോ എന്നൊരു ബുദ്ധി തോന്നിപ്പോയി. സാറ് ക്ഷമിക്കണം. എന്നാലും സദാശിവന്റെ മുന്നിൽ വെച്ച് സാർ അത്രയും ദേഷ്യപ്പെട്ടത് സങ്കടമായിപ്പോയി. അവനിത് നാട്ടിൽ മുഴുവനും പറയും. സാരമില്ല, വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ അല്ലേ? താലൂക്ക് ഓഫീസ് പോലെ റിപ്പോർട്ട് എടുത്ത് നോക്കിയേ. 10:30 തഹസിൽദാരെ കാണുമെന്ന് പറഞ്ഞിരിക്കുക. വേഗം വേണം. ശരി സാർ.
ഓണത്തിന് എന്താ സത്യഭാമ പരിപാടി? നിങ്ങൾക്ക് വലിയ ആഘോഷമാണോ? മേഡം ഇപ്പൊ ഈ പറഞ്ഞത് മോഹനേട്ടൻ കേക്കണ്ട. ഈ ഓണം എന്ന് പറയുന്നത് പണം ദൂർത്തടിക്കാനുള്ള സന്ദർഭമല്ല എന്നാണ് മോഹനേട്ടൻ പറയുന്നത്. പറയുന്നത് വലിയ സിദ്ധാന്തങ്ങളൊക്കെ ആണെങ്കിലും ശരിക്കുള്ള കാരണം പിശുക്കാണെന്ന് എനിക്കറിയാലോ. പക്ഷേ അത് പറഞ്ഞ വില്ലേജ് ഓഫീസർ സമ്മതിച്ചു തരില്ല. മോഹനകൃഷ്ണൻ പറയുന്നതില് കാര്യമില്ലാതില്ല. ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ കയ്യിലുള്ളതെല്ലാം തീർക്കും. അത് കഴിഞ്ഞ ഓണത്തിന്റെ പിറ്റേന്ന് മുതൽ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുള്ള പെടാപ്പാടും. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വിവരമുണ്ടായാൽ ചെലവ് പകുതി കുറയും. അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് കിട്ടിയ ഓണക്കോടിയെ പറ്റി പറഞ്ഞ് ഭർത്താവിനെ വരട്ടി കാര്യം സാധിക്കുന്നവരാണ് പലരും. കുടുംബ സമാധാനത്തെ ഓർത്ത് ഭർത്താവ് കടം വാങ്ങിയാണെങ്കിലും വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കും. കൊള്ളാം. അടിമുടി പുരുഷവിരോധിയായ മാഡം തന്നെ ആണുങ്ങളെ പറ്റി നല്ലത് പറയുന്നു. എന്റെ സത്യഭാമേ, ഞാനങ്ങനെ പുരുഷവിരോധിയൊന്നും അല്ല. നാട്ടിലെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോ അവരെ സഹായിക്കാൻ നോക്കുന്നത് പുരുഷവിരോധമാകുന്ന എങ്ങനെയാ? ആണുങ്ങളെ മാത്രം പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മുടെ പെണ്ണുങ്ങൾക്ക് വിവരം ഉണ്ടായാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വിവരം ഉണ്ടാവുമ്പോ ധൈര്യം ഉണ്ടാവും, വരുമാനം ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് സ്വന്തമായി വരുമാനവും തീരുമാനമെടുക്കാനുള്ള അറിവും ധൈര്യവും ഉണ്ടായാൽ സകല പ്രശ്നങ്ങളും തീരും. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നാണ് ചൊല്ല്. മനുഷ്യരെന്ന് പറയുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും പെടുമല്ലോ. മാവേലിയുടെ കാലത്ത് സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതെന്തായാലും കൊള്ളാം. ആ, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും മേഡം. മോഹനേട്ടന് വിശ്വാസമില്ലെങ്കിലും ഈ ഓണക്കോടിയിലൊക്കെ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ടൗണിലൊക്കെ ഒന്ന് കറങ്ങണം. എന്നാലും മോഹനകൃഷ്ണൻ സാർ കാണിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി. ശിശുപാലൻ ചേട്ടൻ ചോദിച്ചു വാങ്ങിയ കാശൊന്നും അല്ലല്ലോ. സദാശിവൻ ഒരു സന്തോഷത്തിന്റെ പേരിൽ കൊടുത്ത കാശല്ലേ? ഇതൊക്കെ ആരോട് പറയാനാ കാഞ്ഞന സാറേ? മനുഷ്യപ്പറ്റുള്ളവർക്കല്ലേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. കാശ് തിരിച്ചു കൊടുത്തത് പോട്ടെ, പക്ഷെ സദാശിവന്റെ മുമ്പ് വെച്ച് സാർ എന്നെ വഴക്ക് പറഞ്ഞതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇനി അവന്റെ മുന്നിൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടാവൂ? സാറിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, 10 പൈസ ചെലവാക്കുകയില്ല. പണം ഉള്ളവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ലല്ലോ. സത്യം പറഞ്ഞ ഓണൊന്ന് കേൾക്കുമ്പോഴേ പേടിയാവുക. എന്തുമാത്രം ചെലവാ, എല്ലാത്തിനും കൂടെ എവിടുന്ന് കാശുണ്ടാക്കുമെന്നു. ആളുകൾ ചോദിക്കുന്നത് വില്ലേജ് ഓഫീസിലെ ജോലി ചെയ്യുന്നു, എന്നിട്ടാണോ കാശിന് ബുദ്ധിമുട്ടാണ്? ശമ്പളം അല്ലാതെ 10 പൈസയുടെ വഴി നമുക്കില്ലാന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. മറ്റേത് വഴിയാണ് സ്വയംപ്രഭയ്ക്ക് വേണ്ടത്? കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ എന്നും കൈക്കൂലി വാങ്ങുന്നില്ലല്ലോ സാർ. ഇതിപ്പോ ഓണക്കാലമാണ്, സകല സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാ. അതിനിടയിൽ ഒരാൾ സന്തോഷത്തോടെ എന്തെങ്കിലും തരുമ്പോൾ ആരായാലും വാങ്ങിച്ചു. ശിശുപാലൻ ചേട്ടന്റെ പ്രയാസമൊന്നും സാറിന് മനസ്സിലാവില്ല. കാരണം സാറിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. മറ്റുള്ളവരുടെ അവസ്ഥ അതല്ല. കൊള്ളാം. പൈസയ്ക്ക് ആവശ്യം വരുമ്പോ എന്ത് വൃത്തിയോട് കാണിക്കാവുന്നതാണോ കാഞ്ചന പറഞ്ഞു വരുന്നത്? എങ്കിൽ പിന്നെ കൈക്കൂലി മാത്രമാക്കുന്ന എന്തിനാ? ബാങ്ക് കൊള്ളയടിക്കുകയോ കള്ളം തൊട്ടടിക്കുകയോ ഒക്കെ ചെയ്യാലോ. അതുപോലെ അല്ലല്ലോ ഇത്. അതുപോലെ തന്നെയായതും മോഷണം ഒരു ക്രിമിനൽ കുറ്റമാണ്, കൈക്കൂലിയും അതുപോലെ തന്നെ. മോഷണത്തെ കുറ്റം പറയുന്നവർ എങ്ങനെ കൈക്കൂലിയെ ന്യായീകരിക്കും? ശിശുപാല, ഇത് ശിശുപാലിന് വേണ്ടി ഞാൻ വാങ്ങിയത്. ഒരു ഷർട്ട് കൊണ്ടുവാ. സാർ, ഇത് സ്വയംപ്രഭയ്ക്ക്. ഇത് കാഞ്ചനയ്ക്ക്. ഒരുപാട് വില കൂടിയൊന്നുമല്ല, എങ്കിലും തലകേടില്ലെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്കുള്ള എന്റെ ഓണസമ്മാനം. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥർക്ക് ഓണക്കോടി കൊടുക്കുന്നത് കൈക്കൂലിയല്ല. ശിശുപാല ഒന്ന് വന്നേ.
എന്താ കാഞ്ഞന സാറേ ഞാനീ കാണുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സാറിനെ പറ്റിയാണോ പ്രഭ കുറ്റം മുഴുവൻ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. കുറ്റം പറഞ്ഞത് മുഴുവൻ കാഞ്ഞന സാറാ. സാർ, കാഞ്ചന പറഞ്ഞ പോലെ ഞാൻ വലിയ പൈസക്കാരനൊന്നുമല്ല. എങ്കിലും ശിശുപാലിന് ഒരു അത്യാവശ്യത്തിന് തരാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. 5000 രൂപയുണ്ട്. വീട്ടിലുള്ളവർക്ക് ഓണക്കോടിയും വാങ്ങാം, അത്യാവശ്യം ചെലവ് നടക്കും. സാർ, ഞാൻ പൈസയുടെ ആവശ്യമില്ലാത്ത ആരാ ശിശുപാലുള്ളത്? പണം ഇന്ന് വരും, നാളെ പോവും. പക്ഷേ പണത്തിന്റെ അത്യാവശ്യത്തെ കരുതി നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന്റെ കറ ഒരിക്കലും പോവില്ല. ഇത് വെച്ചോളൂ. ഞാൻ വെറുതെ ഇരുന്നൊന്നുമല്ല. ഓരോ മാസം ശമ്പളം കിട്ടുമ്പോ കുറേശ്ശെ തിരികെ തന്നാ മതി. സാർ, ഞാൻ സാറിനെ പറ്റി കുറെ കുറ്റം പറഞ്ഞു. ഒന്നും മനഃപൂർവ്വമല്ല. അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞു വരാം. സാർ ക്ഷമിക്കണം. അത് പോട്ടെ, സാരമില്ല. പിന്നെ ഞാൻ ഈ പൈസ കാര്യം വേറെ ആരോടും പറയണ്ട. പറഞ്ഞാ പിന്നെ അവർക്കൊരാവശ്യം വരുമ്പോ അവരും ചോദിക്കുമല്ലോ. അങ്ങനെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നുമില്ല. അതെ, ഓണത്തിന് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ഞങ്ങൾ ഇത്തവണ നാട്ടിൽ പോകുന്നില്ല. ഇത്തവണത്തെ ആഘോഷം ഇവിടെ തന്നെയാ. എന്താ പരിപാടി എന്ന് ചോദിച്ചാ അത് മോഹനട്ട് വന്നാലേ പറയാൻ പറ്റൂ. മോഹനട്ട് വന്നു, ഞാൻ വിളിച്ചോളാം. ആഹാ, ഓണക്കൊടി വാങ്ങിയില്ലേ? ഓണക്കൊടിയോ? എന്തേ ഓണക്കൊടി എന്ന് കേട്ടിട്ടില്ലേ? രാവിലെ വലിയ വിപ്ലവമൊക്കെ പറഞ്ഞെങ്കിലും വൈകിട്ട് വരുമ്പോ വാങ്ങിട്ട് വരുന്നു ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞല്ലോ ഭാമേ, നമുക്കിപ്പോ പുതിയ ഉടുപ്പിനായിട്ട് പണം ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓണം വരും പോവും. പക്ഷെ ആഫീസിലുള്ളവർക്ക് ഓണക്കോടി വാങ്ങിക്കൊടുക്കാം. പോരാത്തന് ശിശുപാലൻ ചേട്ടന് 5000 രൂപ വായ്പയും. അന്ത വിട്ട് നോക്കണ്ട. ശിശുപാലൻ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് ആഫീസ് നടന്നതല്ല പറഞ്ഞു. പാവ ശിശുപാലൻ ചേട്ടൻ സംസാരിക്കുമ്പോ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. ഭാമേ, ശിശുപാലിന് വലിയ ശമ്പളമൊന്നുമില്ല. പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ട് താനും. അമ്മ ആശുപത്രിയിലായിരുന്നുകൊണ്ട് ഒരുപാട് കാശൊക്കെ ചെലവായി. കുട്ടികൾക്ക് ഓണക്കോടി വാങ്ങാൻ പോയിട്ട് സദ്യക്ക് സാധനം വാങ്ങാനുള്ള കാശ് പോലും ആ പാവത്തിന്റെ കൈ ഉണ്ടാവില്ല. സ്വയം പ്രഭയ്ക്കും കാഞ്ചനയ്ക്കും തരക്കേടില്ലാത്ത ശമ്പളമുണ്ട്. ചെലവ് അതിനേക്കാൾ കൂടുതൽ. എങ്ങനെയൊക്കെ മിച്ചം പിടിച്ചാലും ഇക്കാലത്ത് കഴിഞ്ഞു പോകാൻ വലിയ പാടാ. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ. എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആഫീസിലുള്ളവരെങ്കിലും സഹായിക്കാന്ന് കരുതി. നന്നായി മോഹനട്ടാ. പുറമേ കടുപിടുത്തക്കാരനാണെങ്കിലും എന്റെ വില്ലേജ് ഓഫീസർ മനസാക്ഷിയുള്ള ആളാ. എനിക്ക് ഓണക്കോടിയൊന്നും വേണ്ട. മോഹനട്ടൻ ചെയ്ത സഹായത്തെപ്പറ്റി പറഞ്ഞ് ശിശുപാലൻ ചേട്ടൻ കരഞ്ഞപ്പോ എനിക്ക് 10,000 ഓണക്കോടി കിട്ടിയ പോലെയായി. ഇതാരാ ഈ നേരത്ത്? നോക്ക്. ഗംഗാധര സാറോ? പറഞ്ഞ സാർ. സാർ ഇരിക്കണം. ഇരിക്കാൻ നേരമില്ല, കുറച്ച് തിരക്കില്ല. ഞാൻ മോഹനകൃഷ്ണൻ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി വന്നതാ. എന്താ സാർ? മോഹനകൃഷ്ണൻ പലപ്പോഴായി എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തൻ്റെ സഹായം കൊണ്ടാ ഞാനും എൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളും കഴിയുന്നത് തന്നെ. സാറെന്തൊക്കെയാ പറയുന്നത്? അനാഥരായ 10-30 കുട്ടികൾക്ക് ഭക്ഷണവും പഠിക്കാനുള്ള ചെലവുമൊക്കെ കൊടുത്ത് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന സാറിനെ സഹായിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ? ഞാനത് ചെയ്യുന്നു, അത്ര തന്നെ. ഈ പറയുന്നതൊക്കെ മോഹനകൃഷ്ണന്റെ മര്യാദ. പക്ഷേ ഇക്കാലത്ത് ഇതൊക്കെ ചെയ്യാൻ വേറെ ആരുണ്ട് മോഹനകൃഷ്ണ? സാർ ഇപ്പൊ വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ
താനായിട്ട് അതിനും പരിഹാരം കണ്ടു. നന്ദി പറഞ്ഞാൽ തീരുന്നല്ല ഒന്നും. നേരിട്ട് കണ്ട് നന്ദിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ മോഹനകൃഷ്ണന്റെ അഭിനയം. സത്യഭാമ ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി വന്നപ്പോ സാധാരണ വരാറുള്ളത് പോലൊരു വരവായിട്ടേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ എൻ്റെ 30 കുട്ടികൾക്കും ഓണക്കോടിയും കൊണ്ടാ സത്യഭാമ വന്നെന്നറിഞ്ഞപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയാതെ പോയി. ഒക്കെ താൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണെന്ന് സത്യഭാമ പറഞ്ഞു. എൻ്റെ കുട്ടികൾക്ക് പുതിയ കുപ്പായങ്ങൾ കിട്ടണമെന്ന് മോഹമൊന്നുമില്ല. എൻ്റെ കഷ്ടപ്പാട് അവർക്കറിയാമല്ലോ. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമ്മാനമായി ആ ഉടുപ്പുകൾ കിട്ടിയപ്പോ കുട്ടികളുടെ കണ്ണ് നിറഞ്ഞുപോയി. പോരാ നേരം ഓണസദ്യക്കായി ഒരു 5000 രൂപയും തന്നു സത്യഭാമ. ഒക്കെ മോഹനകൃഷ്ണൻ ഏൽപ്പിച്ചതാണെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ഇനി താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അതൊന്നും വലിയ കാര്യമല്ല എന്നല്ലേ? തനിക്ക് അത് എത്രത്തോളം ചെറിയ കാര്യമാണോ അത് ഞങ്ങൾക്ക് അത്രത്തോളം വലിയ കാര്യമാണ്. സത്യഭാമ ഇവിടെ ഉണ്ടായിരുന്നോ? സത്യഭാമ അതെല്ലാം കൊണ്ടുവന്ന് തന്നപ്പോ ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു നന്ദി പറയാനും മറന്നുപോയി. പക്ഷേ നിങ്ങളോട് നന്ദികേട് കാണിച്ചാൽ ഈശ്വരൻ പൊറുക്കില്ലല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഒരിക്കലും മറക്കില്ലെന്ന് പറയാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികൾ. അവർക്ക് ഈ ഓണത്തിന് ഇതിലും വലിയ സമ്മാനം കിട്ടാനില്ല. വരട്ടെ. ഇതിനാണോ നീ 10,000 രൂപ ചോദിച്ചത്? എന്നിട്ടെന്താ നീ അപ്പ പറയാറുന്നത്? അപ്പ പറഞ്ഞിരുന്നെങ്കില് ഇപ്പോഴത്തെ ഈ സന്തോഷം കിട്ടുമായിരുന്നു എന്റെ മോഹനന്. ഞാൻ പറഞ്ഞിട്ടാണ് അത് കൊണ്ടുപോയി കൊടുത്തു നീ പറഞ്ഞതിന്? അത് ശരിക്കും നിനക്ക് ഫിസിറ്റി പൈസ അല്ലേ? നമുക്കിടയിൽ അങ്ങനെ എന്റെ പൈസ മോഹനടന്റെ പൈസ എന്നൊന്നും ഇല്ലാന്നല്ലേ മോഹനടൻ തന്നെ പറഞ്ഞത്. സത്യം പറഞ്ഞ ഞാൻ ഈ ചെയ്തതൊന്നും എന്റെ തീരുമാനത്തിലായിരുന്നില്ല. മോഹനടനല്ലേ രാവിലെ പറഞ്ഞത് ഓണമെന്നാൽ എല്ലാവരും സന്തോഷമായിരിക്കുന്ന അവസരമായിരിക്കണം. ഒരുപാട് പേര് പട്ടിണി കിടക്കുമ്പോ നമുക്ക് ആഘോഷിക്കാനുള്ള അവകാശമില്ലെന്ന്. എല്ലാവരുടെയും പട്ടിണി മാറ്റാൻ നമുക്കാവില്ല. പക്ഷേ നമുക്ക് ചെയ്യാനാവുന്നത് നമുക്ക് ചെയ്യാലോ. ഞാൻ വിചാരിച്ച പോലല്ല ഈ വയ്ക്കുമല്ലേ. നീ ഒരു സംഭവം തന്നെ. ഈ വില്ലേജ് ഓഫീസറുടെ അല്ലേ ജീവിതം, പിന്നെ എങ്ങനെ സംഭവമാവാതിരിക്കും? സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും ഉത്സവമായ ഓണം ഇതാ നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ച ഒരു മഹാരാജാവിന്റെ ത്യാഗോജ്വലമായ ഓർമ്മകൾ പുതുക്കാനുള്ള ഒരു സുവർണാവസരം കൂടിയാണ് നമുക്ക് ഓണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാര്യനിസാരത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.